السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه ومن سن بسنته إلى يوم الدين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ചുരുക്കി വിവരിക്കുന്ന അൽ ഉർജൂസത്തുൽ മീഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ്യ എന്ന പേരിലുള്ള ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അതിൽ കഴിഞ്ഞ ഏതാനും ദർസുകളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലെ നുബൂവത്തിന് മുമ്പുള്ള കാലം, അവിടുത്തെ ജനനം മുതൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടുന്നത് വരെയുള്ള ആ കാലയളവിൽ സംഭവിച്ച ഏതാനും ചില കാര്യങ്ങളാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. ശേഷം കഴിഞ്ഞ അവസാനത്തെ ദർസിൽ അതിൽ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ തന്നെ നുബൂവത്തിന് ശേഷമുള്ള കാലം, നുബൂവത്ത് മുതൽ പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നത് വരെയുള്ള ആ കാലഘട്ടത്തിൽ സംഭവിച്ച ഏതാനും ചില സുപ്രധാനമായ കാര്യങ്ങൾ, അതാണ് ഈ രണ്ടാമത്തെ ഭാഗത്തിൽ ഈ കവിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആ കാലഘട്ടത്തിൽ സംഭവിച്ച 10-14ഓളം സുപ്രധാനമായ കാര്യങ്ങൾ ഇതിൽ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിലേറ്റവും ഒന്നാമതായി നമ്മൾ വായിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്ന കാര്യമാണ്. 40-ാമത്തെ വയസ്സിൽ ഒരു തിങ്കളാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അല്ലാഹു റബ്ബുൽ ആലമീൻ ആദ്യത്തെ വഹി എത്തിച്ചു കൊടുക്കുകയാണ്. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുമ്പ് തന്നെ തനിച്ചിരുന്ന് ഒറ്റക്കിരുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ അതാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ അടുത്തേക്ക് കടന്നു വരികയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ച ആ ആദ്യ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി വഹി ഇറങ്ങിയ ആ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസ് കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ വായിച്ചതാണ്. ഇഖ്റ, വായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹിസ്സലാം ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയുകയില്ല എന്ന് മറുപടി പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായി ചേർത്ത് പിടിച്ചു. അവിടുത്തേക്ക് പ്രയാസമാകുന്നോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശക്തമായ നിലക്കൊന്ന് അമർത്തി ചേർത്തി പിടിച്ചു. എന്നിട്ട് പിടിവിട്ടതിന് ശേഷം വീണ്ടും
ആവശ്യപ്പെട്ടു. അങ്ങനെ 3 തവണ ഇങ്ങനെ ചെയ്തു എന്നാണ്. 4ാമത്തെ തവണ വായിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആദ്യത്തെ 5 ആയത്തുകൾ. അതാണ് ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങിയ ആയത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ലഭിച്ച വഹീ ആ 5 ആയത്തുകളിലൂടെയാണ്. ഇതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയന്ന് വിറച്ച് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെല്ലുന്നതും എന്നെ പുതച്ചു മൂടാൻ ആവശ്യപ്പെടുകയും ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിക്കുകയും ശേഷം അദ്ദേഹത്തിന്റെ കുടുംബക്കാരനായ വറഖത്ത് ഇബ്നു നൗഫൽ എന്ന വ്യക്തിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുകയും സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇത് മൂസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന മലക്ക് തന്നെയാണ്. താങ്കളുടെ ജനത താങ്കളെ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ. അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ താങ്കളെ ഞാൻ ശക്തമായ നിലക്ക് സഹായിക്കും, താങ്കളുടെ കൂടെ നിൽക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എൻ്റെ ഖൗമ് അൽ അമീൻ, സത്യസന്ധൻ എന്ന് വിളിക്കുന്ന എൻ്റെ ജനത എന്നെ പുറത്താക്കുകയോ? അപ്പോൾ വറഖത്ത് ഇബ്നു നൗഫൽ റഹിമഹുല്ലാഹ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, താങ്കൾ കൊണ്ടുവന്ന ഈ ഒരു ഹക്ക് മുമ്പ് ഏതൊരു പ്രവാചകനും കൊണ്ടുവന്നിട്ടുണ്ടോ അവർക്കെല്ലാം പീഡനങ്ങളും പ്രയാസങ്ങളും ശത്രുക്കളും ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള പീഡനങ്ങൾ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വറഖത്ത് ഇബ്നു നൗഫൽ അദ്ദേഹം പിന്നീട് മരണപ്പെടുകയാണ്. ഇതിനുശേഷം ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം വഫതറൽ വഹി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്ന ആദ്യത്തെ വഹി ഇറങ്ങുന്ന സംഭവം. ഇതിനുശേഷം വഹിയിൽ ഇടവേള ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയൊന്നും ഇറക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം മനപ്രയാസമുണ്ടായിട്ടുണ്ട്, പ്രയാസം ഉണ്ടായിട്ടുണ്ട് അവിടത്തേക്ക്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് വഹിയൊന്നും ലഭിക്കാതെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ എത്ര ദിവസമാണ് എന്നതിൽ പല അഭിപ്രായങ്ങളുണ്ട്. 25 ദിവസമെന്നും 40 ദിവസമാണ് എന്നും അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ വഹി ലഭിച്ചിട്ടില്ല എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കുറച്ച് ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയൊന്നും ലഭിച്ചില്ല. ശേഷം വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് നമുക്കിങ്ങനെ വായിക്കാം. അദ്ദേഹം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വഹീന്റെ ഇടവേളക്ക് ശേഷം വീണ്ടും വഹി ലഭിച്ചതിനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കേട്ട കാര്യം ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഫബൈന അന അംശി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവുകയാണ്. അങ്ങനെ ഇരിക്കെ സമിഅ്തു സൗതൻ മിനസ് സമാ, ആകാശത്ത് നിന്നത് ഒരു ശബ്ദം കേൾക്കുന്നു. ഫറഫഅ്തു ബസരി ഖിബല അസ്സമാ, ഞാൻ ആകാശത്തേക്ക് നോക്കി. ഫഇദാ അൽ മലക്കു അല്ലദീ ജാഅനി ബിഹിറാ, അപ്പോൾ കാണുന്നത് ആരെയാണ്? മുമ്പ് ഹിറാ ഗുഹയിൽ വന്ന അതേ മലക്ക് തന്നെ അതാ ആകാശത്ത് കാണുകയാണ്. ഖാഇദുൻ അലാ കുർസിയിൻ ബൈന അസ്സമാഇ വൽ അർദ്, ആകാശത്തിനും ഭൂമിയിനും ഇടയിലായി ഒരു കസേരയിൽ ഇരിക്കുന്ന അവസ്ഥയിൽ മലക്ക് ജിബ്രീലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ഫജഇസ്തു മിൻഹു ഹത്താ ഹവൈതു ഇലൽ അർദ്, അത് കണ്ട് ഞാൻ ഭയപ്പെട്ടു പോയി.
ഫജിഅ്തു അഹ്ലി ഫഖുൽതു, അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു, ഭാര്യയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിച്ചു മൂടൂ. ഫസമ്മലൂനി, ഖദീജ റളിയല്ലാഹു അൻഹ എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് എന്നെ പുതപ്പിച്ചു. ഫഅൻസലല്ലാഹു തആല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ട് വീണ്ടും പേടിച്ച് വീട്ടിലേക്ക് വന്നു, പുതപ്പിച്ചു മൂടാൻ വേണ്ടി പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹ അങ്ങനെ ചെയ്തു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത വഹി അവതരിപ്പിക്കുന്നത്. ഏതാണ് ആ ആയത്ത്? യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ. ഈ ആയത്തുകൾ അവതരിപ്പിക്കുകയാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ലയോ പുതച്ചു മൂടി കിടക്കുന്നവനെ, ഖും എഴുന്നേൽക്ക്, ഫഅൻദിർ താക്കീത് നൽക്. ആ സമയം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് മരണം വരെ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിച്ച ചരിത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ 23 വർഷക്കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നത്. അള്ളാഹു എഴുന്നേൽക്കാൻ പറയാണ്, ആളുകൾക്ക് താക്കീത് കൊടുക്ക്, ആളുകളെ താക്കീത് ചെയ്യ്. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ പ്രകീർത്തിക്ക്, തക്ബീർ ചൊല്ല്. വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം ശുദ്ധീകരിക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ അവതരിപ്പിക്കുകയാണ്. എന്നിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഹദീസിന്റെ അവസാനത്തിൽ കാണാം, സുമ്മ ഹമിയൽ വഹ്യു വതതാബ, അതിനുശേഷം ഈ ഇടവേളക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വഹി ഇറങ്ങിയത്. ഈ വഹി അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് തുടരെയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, സഹീഹായ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് സൂറത്തുൽ മുദ്ദസിറാണ് എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് കാണാം. നമ്മൾ നേരത്തെ വായിച്ചു, ആദ്യമായി ഇറക്കപ്പെട്ടത് എന്താണ്? സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകളാണ്. എന്നാൽ മറ്റൊരു സഹീഹായ ഹദീസിൽ ഇങ്ങനെ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആദ്യമായി ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ടത് സൂറത്തുൽ മുദ്ദസിറാണ്. എങ്ങനെയാണ് ഈ 2 ഹദീസുകളും തമ്മിൽ പണ്ഡിതന്മാർ ജംഅ ചെയ്തിട്ടുള്ളത്, ഒരുമിപ്പിച്ചിട്ടുള്ളത്? പല നിലക്ക് പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് ഒരു വിശദീകരണം എന്നുള്ളത്, ഈ 2 ഹദീസുകളും നമ്മൾക്ക് ജംഅ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പണ്ഡിതന്മാർ പറയുന്നു, ആദ്യം ഇറങ്ങിയത് സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 ആയത്തുകൾ തന്നെയാണ്. ആ 5 ആയത്തുകളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാകുന്നത് ആ 5 ആയത്തുകൾ കൊണ്ടാണ്. പിന്നീട് അടുത്ത വഹി സൂറത്തുൽ മുദ്ദസിറിലെ ആദ്യത്തെ ഈ ആയത്തുകളാണ്. ആ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാകുന്നത്? റസൂലാകുന്നത്. കാരണം ആ ആയത്തിലാണ് തബ്ലീഗിനുള്ള കൽപ്പനയുള്ളത്. ഖും ഫഅൻദിർ, എഴുന്നേറ്റ് താക്കീത് നൽകൂ എന്ന് ആളുകൾക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കാനുള്ള ആ ഒരു കൽപ്പനയുള്ളത് സൂറത്തുൽ മുദ്ദസിറിലെ ഈ ആയത്തുകളിലാണ്. അപ്പൊ ഈ പണ്ഡിതന്മാർ പറയുന്നു, ഈ ആയത്തുകളിലൂടെയാണ്, മുദ്ദസിർ എന്ന സൂറത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായത്. ഇഖ്റയിലൂടെ നബിയാവുകയും മുദ്ദസിറിലൂടെ റസൂലാവുകയും ചെയ്തു. അതാണ് ഈ ഹദീസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. വല്ലാഹു അലം. ഇനി ഈ നുബുവത്ത് കിട്ടിയ സംഭവം പറഞ്ഞതിന് ശേഷം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാഹി ഈ കവിതയിൽ അടുത്ത വരിയിൽ പറയുന്നു, 24ാമത്തെ വരിയാണ്, സുമ്മൽ വുദൂഅ വസ്സലാത അല്ലമ ജിബ്രീൽ വഹിയ റകഅതാനി മുഹ്കമ. സുമ്മൽ വുദൂഅ വസ്സലാ, പിന്നീട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യത്തെ വഹി അവതരിപ്പിച്ചതിന് ശേഷം പിന്നീട് അൽ വുദൂഅ വസ്സലാ, വുളൂഉം നിസ്കാരവും അല്ലമ അവിടത്തേക്ക് പഠിപ്പിച്ചു കൊടുത്തു. ജിബ്രീലു, ആരാ പഠിപ്പിച്ചത്? മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. വുളൂഉം നിസ്കാരവും പഠിപ്പിച്ചു കൊടുത്തു. വഹിയ റകഅതാനി മുഹ്കമ,
നിസ്കാരം എന്നുള്ളത് അത് ഖണ്ഡിതമായ 2 റക്അത്തുകളായിട്ടാണ്. അപ്പോൾ ഈ ഒരു ബൈത്തിൽ പറയുന്ന വിഷയം എന്താണ്? ഇസ്ലാമിൽ ആദ്യമായി വഹയായി ഇറക്കപ്പെട്ട, ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട അഹ്കാമുകളിൽ, മതവിധികളിൽ ആദ്യമായി ഇറക്കപ്പെട്ട, അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അത് വുളൂഉം നിസ്കാരവുമാണ്. ഈ വിഷയത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. വുളൂഉം നിസ്കാരവുമാണ് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യത്തിൽ. ഈ കാര്യം വ്യക്തമാക്കുന്ന ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം: ഇന്ന ജിബ്രീല അതാഹു ഫി അവ്വലി മാ ഊഹിയ ഇലൈഹി. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയുമായി വന്ന ആദ്യത്തെ ആ ഒരു നാളുകളിൽ ഫഅല്ലമഹുൽ വുദൂഅ വസ്സലാഹ്, ആ ആദ്യ നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ നിസ്കാരവും വുളൂഉം പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസിന്റെ സ്വീകാര്യതയുടെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. മുൻഗാമികളിൽ ഒന്നിലധികം പണ്ഡിതന്മാർ ഇത് ദുർബലമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിൽക്കാലക്കാരിൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ല ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ്. എങ്കിലും ഈ ഹദീസ് ഇല്ല എങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ചരിത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായി പഠിപ്പിക്കപ്പെട്ടത് വുളൂഉം നിസ്കാരവുമാണ്. ആ നിസ്കാരത്തെക്കുറിച്ച് ഇവിടെ ഈ ബൈത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വഹിയ റക്അതാനി മുഹ്കമ. ആ നിസ്കാരം അത് 2 റക്അത്താണ് എന്ന നിലക്കാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 5 നേരത്തെ നിസ്കാരം ഈ ഉമ്മത്തിന് ഫറലാക്കപ്പെട്ടത് എപ്പോഴാണ്? ഇസ്രാഇന്റെ ആ ഒരു ഇസ്രാ മിഅ്റാജിന്റെ ആ ഒരു സമയത്താണ്. അത് ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ്. അതിനു മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ടുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല, തർക്കമില്ല. പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞത് ഖിയാമുൽ ലൈൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിർബന്ധമാക്കപ്പെട്ട ഒരു നിസ്കാരമായിരുന്നു, അവിടുന്ന് അത് നിസ്കരിച്ചിട്ടുണ്ട്. മറ്റു ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകലിന്റെ ആദ്യത്തിൽ 2 റക്അത്തും പകലിന്റെ രാത്രിയുടെ ആദ്യത്തിൽ 2 റക്അത്തും ഇങ്ങനെ ഒരു നിസ്കാരം അവിടുന്ന് നിസ്കരിച്ചിരുന്നു എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ആദ്യകാലത്തെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഒരു കാര്യം ഇത്തിഫാഖാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരത്തെ ഫർള് നിസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് വുളൂഓടുകൂടി തന്നെ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ ആ നിസ്കാരത്തിന്റെ സമയം ഏതായിരുന്നു, എങ്ങനെയായിരുന്നു, അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചകളുണ്ട്. അതിലൊരു അഭിപ്രായത്തിലേക്കുള്ള സൂചനയാണ് ഈ ബൈത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. വഹിയ റക്അതാനി മുഹ്കമ. ആ നിസ്കാരം എന്നുള്ളത് 2 റക്അത്താണ്, 2 റക്അത്തായിരുന്നു എന്നുള്ളത്. വല്ലാഹു അഅലം. എന്നിട്ട് അടുത്ത വരിയിൽ അദ്ദേഹം പറയുന്നു: ثم مضت 20 يوما كاملا فرمت الجن نجوم هائلة. ثم പിന്നീട് മലത് കഴിഞ്ഞുപോയി, 20 യൗമൻ 20 ദിവസങ്ങൾ, കാമില മുഴുവനായും 20 ദിവസങ്ങൾ മുഴുവനായും കടന്നുപോയതിനു ശേഷം, ഫറമത്തിൽ ജിന്ന അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് കിട്ടിയതിനു ശേഷം 20 ദിവസങ്ങൾ കഴിഞ്ഞുപോയതിനു ശേഷം അതാ ഫറമത്തിൽ ജിന്ന നുജൂമുൻ ഹായില, ജിന്നുകളെ നക്ഷത്രങ്ങൾ കൊണ്ട് എറിയപ്പെട്ടു. ജിന്നുകളെ നക്ഷത്രങ്ങൾ കൊണ്ട്, ഉൽക്കകൾ കൊണ്ട് എറിയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിന് ശേഷം സംഭവിച്ച, ആകാശലോകത്ത് സംഭവിച്ച വലിയൊരു സംഭവമാണ്. അവിടുത്തേക്ക് നുബൂവത്ത് കിട്ടി 20 ദിവസങ്ങൾക്ക് ശേഷം അതാ ആകാശലോകത്ത് നക്ഷത്രങ്ങൾ കൊണ്ട്, തിജാലകൾ കൊണ്ട്, ഉൽക്കകൾ കൊണ്ട് ജിന്നുകളെ എറിയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്.
നമുക്കറിയാം, പിശാചുക്കൾ, ജിന്നുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്ന കാര്യം, മലക്കുകൾക്ക് അവൻ നൽകുന്ന നിർദ്ദേശങ്ങൾ, അത് കട്ടുകേൾക്കാൻ ആകാശത്ത് ജിന്നുകൾ ശ്രമിക്കുമായിരുന്നു. അത് മുൻപേ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്തിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു സമ്പ്രദായം ആകാശലോകത്തുണ്ട്. അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളോട് അള്ളാഹു പറയുന്ന കാര്യങ്ങൾ, ആ വഹയിൻ്റെ കാര്യങ്ങൾ കട്ടുകേൾക്കാൻ ജിന്നുകൾ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അവർക്ക് അത് പൂർണ്ണമായും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ തീജ്വാലകൾ, ഉൽക്കകൾ എറിയപ്പെടും. അങ്ങനെ അവർ ആ നിലക്ക് ആട്ടിയോടിക്കപ്പെടാറുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒന്നിലധികം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ ജിന്നിലുണ്ട്, സൂറത്തുൽ ഹിജ്റിലുണ്ട്. ഇല്ലാ മൻ ഇസ്തറഖ അസ്സമഅ ഫഅത്ബഅഹു ശിഹാബും മുബീൻ, ഇങ്ങനെ തുടങ്ങി ഒന്നിലധികം ആയത്തുകൾ ഈ വിഷയം പരാമർശിക്കുന്നുണ്ട്, ജിന്നുകളുടെ കട്ടുകേൾവി. അങ്ങനെ ആ ജിന്നുകൾ അത് കട്ടുകേൾക്കാൻ ശ്രമിക്കും. ഉൽക്കകൾ അവരിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ വല്ലതും കേട്ട് ആ കേട്ട കാര്യം അവർ ആർക്ക് എത്തിച്ചു കൊടുക്കും? കേട്ട ഒരു അംശം അവർ ഭൂമിയിലുള്ള അവരുടെ മിത്രങ്ങളായ, പിശാചുക്കളുടെ മിത്രങ്ങളായ ജ്യോത്സ്യന്മാർക്കും മാരണക്കാർക്കും സാഹിരീങ്ങൾക്കും ഒക്കെ എത്തിച്ചു കൊടുക്കും. ആ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജ്യോത്സ്യന്മാരെ കുറിച്ച് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹും ലൈസു ബിശൈ, അവരൊന്നുമല്ല. ഫഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹുവിന്റെ റസൂലേ, ഫഇന്നഹും യുഹദ്ദിസൂന ബിശൈ യകൂനു ഹഖ്ഖ, അവർ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് സത്യമായി തീരാറുണ്ടല്ലോ എന്ന് സംശയം പ്രകടിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, തിൽകൽ കലിമതു മിനൽ ഹഖ്, അവർ കുറേ പറയുന്നതിൽ ഒരുപാട് നുണയുണ്ടാവും, സത്യത്തിന് വിരുദ്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവർ പറയുന്നതിൽ സത്യമാകുന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അതെവിടുന്ന അവർക്ക് കിട്ടിയത്? യഖ്തിഫുഹൽ ജിന്നി, ആ വാക്ക് ജിന്ന് കട്ടെടുത്ത് കൊണ്ടുവന്നതാണ്. ഫയുഖർഖിറുഹാ ഫീ ഉദ്നി വലിയിഹി, അങ്ങനെ അത് ആകാശലോകത്ത് നിന്ന് കട്ടുകൊണ്ടുവന്ന് ആ ജിന്ന് അവന്റെ വലി, അവന്റെ മിത്രമായ ജ്യോത്സ്യന്റെ ചെവിയിൽ കുറുകി കൊടുക്കും. കഖർഖറത്തി ദജാജ, കോഴി കുറുകുന്നത് പോലെ ഈ ജ്യോത്സ്യന്റെ മാരണക്കാരന്റെ ചെവിയിൽ അത് ഓതിക്കൊടുക്കും, കുറുകി പറഞ്ഞു കൊടുക്കും. ആ ജ്യോത്സ്യനാകട്ടെ ഫയഖ്ലിതൂന ഫീഹി അക്സറ മിൻ മിഅതി കദിബ, ആ കിട്ടിയ വാർത്തയിൽ അവന്റെ വകയായി 100 കളവ് വീണ്ടും ഈ ജ്യോത്സ്യൻ അതിൽ കൂട്ടിച്ചേർത്തും. എന്നിട്ട് ആളുകളോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിനിടയിൽ എന്തെങ്കിലും 1-2 കാര്യം ജ്യോത്സ്യൻ പറഞ്ഞത് ശരിയായി തീരും. ആളുകൾക്ക് അതായിരിക്കും വലിയ സംഭവമായി കൊണ്ടു നടക്കുക. ഈ ജ്യോത്സ്യന്മാരും മാരണക്കാരും ഒക്കെ പറയുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ, അബദ്ധങ്ങൾ, സത്യത്തിന് നിരക്കാത്തത്, കളവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തെങ്കിലും ഒന്ന് അവർ പറഞ്ഞത് യോജിച്ചു വന്നാൽ അതാണ് ആളുകൾ ഹൈലൈറ്റ് ചെയ്യുക, അതാണ് ആളുകൾക്ക് ആവശ്യവും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ആവശ്യവും അത് തന്നെയാണ്. എന്നിട്ട് ആളുകൾ അവരുടെ പിന്നാലെ പോകുന്നത് ഈ 100 കളവിൽ സത്യമാകുന്ന 1-2 വാക്കുകൾ സത്യമായതിന്റെ പേരിലാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ കാര്യം എന്താണ്? ജിന്നുകൾ കട്ടുകേൾക്കും, അത് മാരണക്കാർക്കും ജ്യോത്സ്യന്മാർക്കുമൊക്കെ പിശാചുക്കളുടെ മിത്രങ്ങളായ ഈ പറഞ്ഞ ആളുകൾക്ക് അവൻ ചെവിയിൽ കുറുകി കൊടുക്കും, പറഞ്ഞു കൊടുക്കുമെന്നാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു സംഗതി ഉണ്ട്, കട്ടുകേൾക്കുക എന്നുള്ള ഒരു സംഗതി ഉണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബൂവത്തിന് മുമ്പ് വ്യാപകമായ നിലക്ക് അത് ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടതോടുകൂടി ആ കാര്യത്തിൽ, അഥവാ കട്ടുകേൾക്കുന്ന ആ എളുപ്പത്തിൽ വ്യാപകമായ നിലക്ക് കട്ടുകേൾക്കുന്ന സമ്പ്രദായം അത് നിന്നു. ആ കാര്യത്തിൽ ഒരു തടസ്സം അവർക്ക് അനുഭവപ്പെട്ടു. പഴയതുപോലെ എളുപ്പത്തിൽ അല്ലെങ്കിൽ പഴയതുപോലെ വ്യാപകമായ നിലക്ക്
കട്ട് കേൾക്കാനുള്ള ഒരു സാഹചര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന് ശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല. എന്നാൽ അത് പാടെ നിലച്ചു പോയിട്ടില്ല. അതിൽ ചില തടസ്സങ്ങൾ, ശക്തമായ നിലക്കുള്ള തടസ്സങ്ങൾ ആ ഒരു വിഷയത്തിൽ നിശ്ചയിക്കപ്പെട്ടു എന്നാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ നുബുവത്തിന് ശേഷം അത് പഴയതുപോലെ വ്യാപകമായ നിലക്ക് ഉണ്ടായിട്ടില്ല. ഈ ഒരു അഭിപ്രായമാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, കാനൽ ജിന്നു യസ്അദൂന ഇലസ്സമാ യസ്മഊനൽ വഹി. വഹി കട്ട് കേൾക്കാൻ വേണ്ടി ജിന്നുകൾ ആകാശ ലോകത്തേക്ക് പോകും. ഫഇദാ സമിഉൽ കലിമ, അങ്ങനെ വല്ല വാക്കും അവർ കേട്ടാൽ, സാദു ഫീഹാ തിസ്അൻ, അതിന്റെ കൂടെ 9 എണ്ണം അവർ അവരുടെ വക കൂട്ടിച്ചേർക്കും ഈ ജിന്നുകൾ. ഫഅമ്മൽ കലിമതു ഫതകൂനു ഹഖൻ വഅമ്മാ മാ സാദ ഫയകൂനു ബാത്തില. കേട്ടത് സത്യമായിരിക്കും, അതിന്റെ കൂടെ ഇവർ കൂട്ടിച്ചേർത്തത് ബാത്തിലുമാണ്. ഫലമ്മ ബുഇസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതോടുകൂടി മുനിഉ മഖാഇദഹു, അവരുടെ ഇരിപ്പിടങ്ങൾ തടയപ്പെട്ടു. ഇങ്ങനെ കട്ട് കേൾക്കാൻ വേണ്ടിയുള്ള ആകാശലോകത്തുള്ള അവരുടെ ഇരുത്തം അത് തടയപ്പെട്ടു, ജിന്നുകളുടെ ഇരുത്തം തടയപ്പെട്ടു. ഫദക്കറു ദാലിക ലിഇബ്ലീസ്, ആ ജിന്നുകൾ ഇക്കാര്യം ഇബ്ലീസിനോട് പോയി പറഞ്ഞു, ശൈത്താന്മാരുടെ നേതാവായ ഇബ്ലീസിനോട് പോയി പറഞ്ഞു. മുമ്പ് വ്യാപകമായ നിലക്ക് നമുക്കിത് ചെയ്യാൻ സാധിക്കുമായിരുന്നു, ഇപ്പോൾ അതിൽ തടസ്സം നേരിടുന്നു എന്ന പരാതി ഇബ്ലീസിനോട് പോയി പറഞ്ഞു ജിന്നുകൾ. ഇബ്ലീസ് അവരോട് പറഞ്ഞു, ഭൂമിയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിങ്ങൾ ഇപ്പോൾ തടയപ്പെട്ടത്, എന്തോ ഒരു കാര്യം ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഫബഅസ ജുനൂദഹു, അങ്ങനെ ഇബ്ലീസ് അവന്റെ സൈന്യത്തെ, എന്താ സംഭവിച്ചെന്നറിയാൻ വേണ്ടി സൈന്യത്തെ അയച്ചു. അങ്ങനെ ഓരോ ഭാഗത്തേക്കും പിശാചുക്കൾ കാര്യം അന്വേഷിക്കാൻ വേണ്ടി ചെന്നു. ഫവജദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖായിമൻ യുസല്ലി ബൈന ജബലൈനി, അങ്ങനെ അവർ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിസ്കരിക്കുന്ന അവസ്ഥയിൽ കണ്ടുമുട്ടുകയാണ്. 2 മലകൾക്കിടയിൽ, മക്കയിലെ 2 മലകൾക്കിടയിൽ അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ പിശാചുക്കൾ കണ്ടു. ഫഅതൗഹു ഫഅഖ്ബറു, അവർ തിരിച്ച് ഇബ്ലീസിന്റെ അടുത്തേക്ക് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ഫഖാല ഹാദൽ ഹദസുൽ ലദീ ഹദസ ഫിൽ അർദ്, ഇതാണ് ഭൂമിയിൽ സംഭവിച്ച കാര്യം, ഇതുകൊണ്ടാണ് നിങ്ങൾ ആകാശ ലോകത്ത് പഴയ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ തടയപ്പെട്ടിരിക്കുന്നത് എന്ന് ഇബ്ലീസ് അവരോട് തിരിച്ചു പറഞ്ഞുവെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഖാലൽ ഉലമാഉ ബിസ്സിയർ, ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, റഅത് ഖുറൈശുൻ അൻ-നുജൂമ യുർമാ ബിഹാ ബഅദ 20 യൗമൻ മിൻ മബ്അസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിന് ശേഷം 20 ദിവസങ്ങൾക്ക് കഴിഞ്ഞ് ആകാശലോകത്ത് ജിന്നുകളെ ഉൽക്കകൾ കൊണ്ട്, നക്ഷത്രങ്ങൾ കൊണ്ട് എറിയപ്പെടുന്നത് ഖുറൈശികൾ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, അവർ വിചാരിച്ചു പോയി ദുനിയാവ് അവസാനിക്കാൻ പോവാണ്, ഈ ലോകം അവസാനിക്കാൻ പോവാണ് എന്നവർ കരുതിപ്പോയി എന്നാണ്. അത്രയും അധികം തിജാലകൾ ആകാശത്തൂടെ പായുന്നത് ഖുറൈശികൾ കണ്ടതായി ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പൊ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് ശേഷം സംഭവിച്ച ഒരു കാര്യം, 20 ദിവസങ്ങൾക്ക് ശേഷം ആകാശലോകത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. ജിന്നുകൾ അത് ഉൽക്കകൾ കൊണ്ട് അവരെ എറിയപ്പെട്ടു എന്നുള്ളത്, കട്ട് കേൾക്കുക എന്നുള്ളൊരു സംഗതി മുൻപുണ്ടായിരുന്ന ആ ഒരു രീതിയിൽ നിന്ന് അവർ തടയപ്പെട്ടു എന്നുള്ളത്. ശേഷം അദ്ദേഹം പറയുന്നു അടുത്ത വരിയിൽ, ثم دعا في 4 الأعوام بالأمر جهرة إلى الإسلام. ഈ ഒരു ബൈത്തിൽ അദ്ദേഹം പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം തുടങ്ങിയ കാര്യവുമാണ്. പ്രബോധനം പരസ്യപ്പെടുത്തിയത്, അതിനെ സംബന്ധിച്ചാണ് ഈ ബൈത്തിൽ, ഈ ഒരു വരിയിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടിയതിന് ശേഷം 3 വർഷത്തോളം അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തിരുന്നത് രഹസ്യമായിട്ടായിരുന്നു. പരസ്യമായി ഈ ഒരു ആദർശം ജനങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നില്ല, രഹസ്യ പ്രബോധനമായിരുന്നു. ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ആ നിലക്ക് രഹസ്യ പ്രബോധനമായിരുന്നു
ആദ്യ 3 വർഷങ്ങളിൽ ഉണ്ടായിരുന്നത്. ആ രഹസ്യ പ്രബോധനത്തിന്റെ കാലത്ത് തന്നെ പലരും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്നിങ്ങനെയുള്ള മഹാന്മാരായ സഹാബികൾ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ആ സമയത്ത് നബിയും സഹാബത്തും അവർ ദീനി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, പരസ്പരം കൈമാറാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനി കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, നബിയിൽ നിന്ന് കേൾക്കാൻ അവർ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നത് ദാറുൽ അർഖം ഇബ്നുൽ അർഖം, അൽ അർഖം ഇബ്നു അബിൽ അർഖം എന്ന പേരുള്ള ഒരു സഹാബിയുടെ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ദാറുൽ അർഖം എന്ന് ആ വീട് അറിയപ്പെടുന്നത്. ആ ദാറുൽ അർഖമിലായിരുന്നു നബിയും സഹാബത്തും ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കഥ അള്ളാഹുവിന്റെ വഹി ഇറങ്ങുകയാണ് പ്രബോധനം പരസ്യപ്പെടുത്താൻ. അതേത് വർഷത്തിലാണ്? ഈ കവിതയിൽ അദ്ദേഹം പറഞ്ഞതുപോലെ സുമ്മ ദഅ ഫീ അർബഇൽ അവാം, നബുവത്ത് കിട്ടി 4ാമത്തെ വർഷത്തിലാണ്. 3 വർഷങ്ങൾ കഴിഞ്ഞാണ് പ്രബോധനം പരസ്യപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുകയാണ്, ഫസ്ദഅ ബിമാ തുഅ്മർ വഅഅ്റിദ് അനിൽ മുശ്രിക്കീൻ. ഹിജ്റിൽ ആയത്താണ്, സൂറത്തുൽ ഹിജ്റിൽ ആയത്താണ്. നബിയെ, താങ്കൾ കൽപ്പിക്കപ്പെട്ട കാര്യം എന്താണോ അത് തുറന്ന് പ്രഖ്യാപിക്കുക, പരസ്യമായി അത് ആളുകൾക്ക് തുറന്ന് പറഞ്ഞു കൊടുക്കുക. വഅഅ്റിദ് അനിൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളുടെ കാര്യം താങ്കൾ വിട്ടേക്ക്, മുശ്രിക്കുകളുടെ കാര്യം വിട്ടേക്ക് എന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ, താങ്കൾ താങ്കളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ താക്കീത് ചെയ്യൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ശുഅറായിലെ ആയത്ത് അവതരിപ്പിച്ചു. ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് പരസ്യപ്പെടുത്തുകയാണ്. അതോടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും മുസ്ലിമീങ്ങൾക്കുമെതിരെ ശത്രുക്കളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും വർദ്ധിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിശ്വസിച്ച മുസ്ലിമീങ്ങൾക്കെതിരെ ഖുറൈശികൾ വളരെ ശക്തമായ നിലക്ക് പീഡനങ്ങളും പ്രയാസങ്ങളും മർദ്ദനങ്ങളും അഴിച്ചുവിടുന്ന ഒരു ചരിത്രമാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹദീസിൽ കാണാം, സഅദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ ദാത യൗമിൻ, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രബോധനം പരസ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് പറയുന്നത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ കുന്നിന്മേൽ കയറി. എന്നിട്ട് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യാ സബാഹ, ആളുകളെ വിളിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഖുറൈശികളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരുമിച്ച് കൂടി. എന്നിട്ട് അവർ ചോദിച്ചു, എന്ത് പറ്റി താങ്കൾക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അറഅയ്തും ലൗ അഖ്ബർതുകും, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതാ ഒരു ശത്രു നിങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ശത്രു നിങ്ങളിലേക്ക്, ശത്രു സൈന്യം കടന്നു വരും എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ. വേറെ ചില ഹദീസുകൾ കാണാം, ഈ പർവ്വതത്തിന് പിന്നിൽ നിന്ന് ഒരു ശത്രു സൈന്യം വരുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നാൽ, അമാ കുന്തും തുസദ്ദിഖൂനി, നിങ്ങൾ എന്നെ സത്യപ്പെടുത്തില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു, അതെ, ബല, സംശയമില്ല. ചില ഹദീസുകളിലെ റിവായത്തിൽ കാണാം, അവർ പറഞ്ഞു, മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ, താങ്കളിൽ നിന്ന് സത്യസന്ധതയല്ലാതെ നമുക്ക് പരിചയമില്ല. സത്യസന്ധനാണ് താങ്കൾ, അതുകൊണ്ട് താങ്കൾ പറയുന്നത് നമ്മൾ സത്യപ്പെടുത്തും. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി നദീറുൽ ലക്കും ബൈന യദി അദാബിൻ ഷദീദ്, എങ്കിൽ ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു, വലിയ കഠിനമായ ഒരു ശിക്ഷ നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. പരലോക ശിക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ്, പരലോകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അബൂ ലഹബ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, തബ്ബൽ ലക്, നിനക്ക് നാശം, അലിഹാദ ജമഅതന, ഇത് പറയാനാണോ നീ ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് ചേർത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പരിഹസിക്കുകയാണ്. നാശം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പരിഹസിച്ചു. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ മസദ് അവതരിപ്പിച്ചത്. തബ്ബത് യദാ അബി ലഹബിൻ വതബ്, അബൂ ലഹബിന്റെ ഇരു കൈകളും നശിക്കട്ടെ, വതബ്, അവൻ തന്നെ നശിച്ചിരിക്കുന്നു, മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അവൻ സമ്പാദിച്ച
സമ്പത്ത്, അവന്റെ സമ്പാദ്യം ഒന്നും തന്നെ അവന് ഉപകാരപ്പെട്ടിട്ടില്ല. സയസ്ലാ നാറൻ ദാത ലഹബ്, കത്തിയാളുന്ന ആ ഒരു നരകത്തിൽ അവൻ വഴിയെ കടന്ന് വെന്തെരിയുക തന്നെ ചെയ്യും. വംറഅതുഹു, അവന്റെ ഭാര്യയും ഹമ്മാലത്തുൽ ഹതബ്, വിറക് ചുമട്ടുകാരിയായ അവന്റെ ഭാര്യയും എന്ന ആയത്തുകൾ അവതരിപ്പിച്ചത് ഈ ഒരു സന്ദർഭത്തിലാണ് എന്ന് ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഅൻദിർ അശീറതകൽ അഖ്റബീൻ, നബിയെ താങ്കൾ താങ്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകൂ എന്ന ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികളെ വിളിച്ചു. ഫജ്തമഉ, അവരെല്ലാവരും ഒരുമിച്ച് കൂടി. ഫഅമ്മ വഖസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ പൊതുവായും പ്രത്യേകമായും ആളുകളെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യാ ബനി കഅബ് ഇബ്നു ലുഅയ്, ഓരോ ഗോത്രത്തെയും പ്രത്യേകമായി പേരെടുത്ത് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉപദേശിക്കുകയാണ്. കഅബ് ഇബ്നു ലുഅയിന്റെ മക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാമഹന്മാരിൽ ഒരാളാണ് കഅബ്. അൻഖിദു അൻഫുസകും മിനൻ നാർ, നിങ്ങൾ സ്വന്തത്തെ നിങ്ങളെ തന്നെ നരകത്തിൽ നിന്ന് കാത്തോളി. യാ ബനി മുറത്ത് ഇബ്നു കഅബ്, മുറത്ത് ഇബ്നു കഅബിന്റെ മക്കളെ, നിങ്ങൾ നിങ്ങളെ തന്നെ നരകത്തിൽ നിന്ന് സ്വയം രക്ഷിച്ചോളൂ. യാ ബനി അബ്ദു ഷംസ്, അബ്ദു ഷംസിന്റെ മക്കളെ, അൻഖിദു അൻഫുസകും മിനൻ നാർ. യാ ബനി അബ്ദു മനാഫ്, അൻഖിദു അൻഫുസകും മിനൻ നാർ. യാ ബനി ഹാഷിം, അൻഖിദു അൻഫുസകും മിനൻ നാർ. ഇവരൊക്കെ വിളിച്ചുകൊണ്ട് ഓരോരുത്തരെ ഗോത്രങ്ങളായി വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്, താക്കീത് ചെയ്യുകയാണ്. അവസാനം ഹദീസിൽ കാണാം, യാ ഫാത്തിമ, സ്വന്തം മോളെ വിളിച്ച് പറയാണ്, അൻഖിദി നഫ്സക മിനൻ നാർ, നീ നിന്നെ തന്നെ സ്വയം നരകത്തിൽ നിന്ന് കാത്തു രക്ഷിച്ചോളി. ഫഇന്നി ലാ അംലികു ലക്കും മിനല്ലാഹി ഷൈആ, നിങ്ങൾക്ക് ഞാൻ അല്ലാഹുവിൽ നിന്ന് ഒന്നും തന്നെ ഉടമപ്പെടുത്തുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ആദർശം. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ബശറാണ്, മനുഷ്യനാണ്. പക്ഷേ റിസാലത്ത് കൊണ്ട് ആദരിക്കപ്പെട്ട, നുബുവത്ത് കൊണ്ട് ആദരിക്കപ്പെട്ട, ബഹുമാനിക്കപ്പെട്ട മനുഷ്യൻ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റു മനുഷ്യർ ചെയ്യുന്നത് പോലെയുള്ള, അവരിൽ സംഭവിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ സംഭവിക്കും. പക്ഷെ അവിടത്തേക്ക് വഹി ലഭിക്കുന്ന ഒരു പ്രവാചകനാണ്. എന്നാൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിൽ ഗുലൂവ്, അതിര് കടന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ലോകം നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലൗഹുൽ മഹ്ഫൂദിലുള്ള വിവരങ്ങൾ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട വിശേഷണങ്ങൾ വകവെച്ചു കൊടുക്കുന്ന ആളുകളെ മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരാനിരിക്കുന്ന സംഭവങ്ങൾ ഗൈബ് അറിയാമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുടെ പല വിഭാഗങ്ങളിൽ നമുക്ക് കാണാം. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തെ വ്യക്തിത്വത്തിന് ഒരിക്കലും യോജിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അവകാശപ്പെട്ട വിശേഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുത്തേക്ക് ചേർത്തി കൊടുക്കുക എന്ന കാര്യമാണ്. ഇതൊരു ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല, നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണത്. ഇവിടെ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടാണ് പറഞ്ഞു കൊടുക്കുന്നത്, നിനക്ക് രക്ഷപ്പെടണോ സ്വയം രക്ഷപ്പെട്ടോ, എനിക്കായിട്ട് നിനക്കൊന്നും ചെയ്തു തരാൻ കഴിയുകയില്ല എന്നാണ്. അല്ലാഹുവിങ്കൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊന്നും ഉടമപ്പെടുത്തുന്നില്ല എന്ന്. ഗൈറ അന്ന ലക്കും റഹിമൻ സഅബുല്ലുഹാ ബിബലാലിഹാ, എന്നാൽ ഞാനും നിങ്ങളും തമ്മിൽ എന്തുണ്ട്, കുടുംബ ബന്ധമുണ്ട്. അത് ഞാൻ ആ ഒരു കുടുംബ ബന്ധം നനച്ചുകൊള്ളാം, അത് ഞാൻ ചേർത്തുകൊള്ളാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഹദീസിൽ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയും വിളിച്ച് പ്രബോധനം പരസ്യപ്പെടുത്തുകയാണ്. പരലോകത്തെക്കുറിച്ച് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ പ്രബോധനം പരസ്യപ്പെടുത്തുകയാണ്. റബീഅത്ത് ഇബ്നു ഇബാദ അദ്ദിയലി, അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ സഹാബിയാണ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബസറ ഐനി ബിസൂഖി ദിൽ മജാസ്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുൽ മജാസ് എന്ന ചന്തയിൽ, മക്കയിലുള്ള പ്രശസ്തമായ ഒരു അങ്ങാടിയാണ് ദുൽ മജാസ്, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്ന് പറയുന്നു, ഇപ്രകാരം വിളിച്ചു പറയുന്നതായി,
യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രദേശത്തെ വഴികളിലൂടെ എല്ലാം പ്രവേശിച്ച് ആളുകൾക്ക് ഈ ഒരു സന്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറിയിട്ടുണ്ട്. ഫമാ റഅയ്തു അഹദൻ യഖൂലു ശൈഅൻ വഹുവ ലാ യസ്കുത്, ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നും തിരിച്ചു പറയുന്നില്ല, എന്നാൽ നബി ആകട്ടെ മൗനം പാലിക്കുന്നില്ല, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഖൂൽ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇല്ല അന്ന വറാഅഹു റജുലൻ, എന്നാൽ ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ തന്നെ നടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നടന്നുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ടിരുന്നു. വളീ അൽ വജ്ഹ്, തിളങ്ങുന്ന മുഖമുള്ള ഒരു വ്യക്തിയാണ്. യഖൂൽ, അയാൾ പറയും, ഇന്നഹു സാബിഉൻ കദ്ദാബ്, ആളുകളോട് അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ പറയും ഇയാൾ സാബിയാണ്. സാബി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ള ദീൻ ഒഴിവാക്കിയവൻ, നമ്മുടെ ദീൻ വിട്ടവൻ എന്നാണ് സാബിന്റെ അർത്ഥം. ഇവൻ നമ്മുടെ ദീൻ ഉപേക്ഷിച്ചവനാണ്, കദ്ദാബാണ്, കള്ളനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്. ഫഖുൽതു റബീഅ, ആ സമയത്ത് ഞാൻ ചോദിച്ചു, മൻ ഹാദ, ആരാണ് ആ വ്യക്തി, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന വ്യക്തി ആരാണ്? അവർ പറഞ്ഞു, ആളുകൾ പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹമാണത്. വഹുവ യദ്കുറു നുബുവ, അദ്ദേഹം നബിയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു, മൻ ഹാദല്ലദീ യുകദ്ദിബു, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ പിറകിൽ നിന്ന് അവിടുത്തെ കളവാക്കുന്നത് ആരാണ്? അദ്ദേഹം ആളുകൾ പറഞ്ഞു കൊടുത്തു, അമ്മുഹു അബൂ ലഹബ്, അതാരാണ്? അവിടുത്തെ ഉപ്പയുടെ സഹോദരനായ അബൂ ലഹബാണത്. ആ വെളുത്ത മുഖമുള്ള ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരനായ അബൂ ലഹബാണ് പിറകിൽ നിന്ന് നടന്നുകൊണ്ട് നബി എവിടൊക്കെ പോകും അവിടൊക്കെ ചെന്ന് ഇയാൾ കള്ളനാണ്, ഇദ്ദേഹം സാബിയാണ് എന്നിങ്ങനെ ആളുകൾക്ക് പറഞ്ഞ് ആളുകളെ അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം കേൾക്കുന്നതിൽ നിന്ന് തടയാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത്, പ്രബോധനം പരസ്യപ്പെടുത്തിയതിനു ശേഷം അതാ ഖുറൈശികൾ വെറുതെ നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ അദ്ദേഹത്തിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങളെയും സഹാബികളെയും വളരെ ശക്തമായ നിലക്ക് പ്രയാസപ്പെടുത്തുന്ന, വളരെ ക്രൂരമായ നിലക്ക് മർദ്ദിക്കുന്ന ഒരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടായിട്ടുള്ളത്. ലിമാദ് എന്ന് പറയുന്ന സഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു ഹദീസുണ്ട്. അദ്ദേഹം മക്കയിലേക്ക് കടന്നു വരുന്ന ആ ഒരു രംഗം വിശദീകരിക്കുന്ന ഒരു ഹദീസുണ്ട്. ഖുറൈശികൾ എത്രത്തോളം ചെയ്തു എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ഇനി ആളുകൾ കേൾക്കരുത് എന്നാഗ്രഹിച്ചുകൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ അവിടെ വെച്ച് തന്നെ തടയാൻ അവർ ശ്രമിച്ചു എന്നാണ്. മക്ക എന്നുള്ളത് പുറംനാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വരുന്ന ഒരു പ്രദേശമാണ് മക്ക, ആളുകൾ തടിച്ചുകൂടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ കാര്യങ്ങൾ ആളുകൾ കേട്ടാൽ അദ്ദേഹത്തിൽ വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ ആളുകൾ, അവിടുത്തെ വിശ്വസിക്കുന്ന ആളുകൾ അധികരിക്കും, വർദ്ധിക്കും. അതില്ലാതാവാൻ വേണ്ടി, അത് തടയാൻ വേണ്ടി ഖുറൈശികൾ ശ്രമിച്ചിരുന്നു. മക്കയിലേക്ക് പ്രവേശിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ ആളുകൾ അവിടെ വെച്ച് തടയാൻ ശ്രമിച്ചു. ഇദ്ദേഹം സാബിയാണ്, കദ്ദാബാണ്, സാഹിറാണ്, കവിയാണ്. എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് കളവുകൾ ആളുകളിലേക്ക് പറഞ്ഞു ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ, അവിടുത്തെ സംസാരം കേൾക്കാതിരിക്കാൻ അവർ ശ്രമിച്ചു എന്നാണ്. അങ്ങനെ ഇരിക്കെ ലിമാദ് റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് കടന്നു വരികയാണ്. വകാന മിൻ അസ്ദി ഷനൂഅ എന്ന യമനിലെ ഒരു ഗോത്രമാണ്. ആ ഗോത്രത്തിലെ ഒരു വ്യക്തിയാണ് ലിമാദ് റളിയല്ലാഹു അൻഹു. വകാന യർഖി മിൻ ഹാദിഹി الريح, അദ്ദേഹം ഇങ്ങനെ ഭ്രാന്തും പിന്നെ മാനസിക പ്രയാസങ്ങളുള്ള വ്യക്തികൾക്ക് മന്ത്രിച്ചു കൊടുക്കാറുള്ള ഒരു വ്യക്തിയാണ്, റുഖിയ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ്. ഫസമിഅ സുഫഹാഅ മിൻ അഹ്ലി മക്ക യഖൂലൂൻ ഇന്ന മുഹമ്മദൻ മജ്നൂൻ. അദ്ദേഹം മക്കയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയുള്ള വിഡ്ഢികളായിട്ടുള്ള ഖുറൈശികൾ പറയുന്നത് അദ്ദേഹം കേട്ടു, ഇതാ മുഹമ്മദ് മജ്നൂനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തേക്ക് ഭ്രാന്താണ്,
എന്ന് പറയുന്നത്, ഈ വിഡ്ഢികൾ പറയുന്നത് അദ്ദേഹം കേട്ടു എന്നാണ്. അങ്ങനെ ഈ ളിമാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ സമയത്ത് കേൾക്കുകയാണ് ഈ മക്കയിലെ വിഡ്ഢികളായ ഖുറൈശികൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്താണ് എന്നുള്ളത്. അദ്ദേഹം അത് കേട്ടപ്പോൾ മനസ്സിൽ പറഞ്ഞു, ലൗ അന്നി റഅയ്തു ഹാദർ റജുൽ, ഞാൻ ആ മനുഷ്യനെ കണ്ട്, ലഅല്ലല്ലാഹ യശ്ഫീഹി അലാ യദൈ, എൻ്റെ കയ്യാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ചിലപ്പോൾ ഷിഫ നൽകിയാലോ എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് വന്നു എന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഫലഖിയഹു, അങ്ങനെ ളിമാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അന്ന് മുസ്ലിമല്ല, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടുകയാണ്. നോക്കൂ, എന്താണോ ഖുറൈശികൾ ആഗ്രഹിച്ചത് അതിന് നേരെ വിപരീതമാണ് ഇവിടെ നടക്കുന്നത്. ഖുറൈശികൾ ആഗ്രഹിച്ചത് എന്താണ്? ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പാടില്ല, സംസാരിക്കരുത്. ആ ആഗ്രഹിച്ചതിന് നേരെ വിപരീതമായി അള്ളാഹുവിന്റെ നടപടിക്രമം അവിടെ ഉണ്ടാവുകയാണ്. ളിമാദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെന്ന് കാണുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, യാ മുഹമ്മദ്, അദ്ദേഹം പറഞ്ഞു, മുഹമ്മദേ, ഇന്നി അർഖി മിൻ ഹാദിഹി റിഹ്, ഈ പ്രശ്നത്തിന് മന്ത്രിക്കുന്ന ആളാണ് ഞാൻ. ഇങ്ങനെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് റുഖിയ ചെയ്ത് മന്ത്രിച്ച് നൽകുന്ന ആളാണ് ഞാൻ. വ ഇന്നല്ലാഹ യശ്ഫി അലാ യദയ്യ മൻ ഷാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ എൻ്റെ കയ്യാൽ അള്ളാഹു അവർക്ക് ഷിഫ നൽകിയിട്ടുണ്ട്. ഫഹല്ലക്, ഞാൻ താങ്കൾക്ക് ചെയ്തു തരട്ടെ, താങ്കൾക്ക് ഞാൻ മന്ത്രിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. ഇതെന്താണ്? ഖുത്ബത്തുൽ ഹാജയാണ്. നമ്മൾ ഖുത്ബയിൽ പ്രസംഗത്തിന് മുമ്പൊക്കെ പറയുന്ന ഖുത്ബത്തുൽ ഹാജ. ഇത്രയും പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, അഇദ അലയ്യ കലിമാതിക ഹൗല, താങ്കൾ ഇപ്പൊ പറഞ്ഞ ഈ വാചകങ്ങളുണ്ടല്ലോ അതൊന്നുകൂടി പറഞ്ഞേ. ഫഅആദഹുന്ന അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 മററാത്ത്, 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുത്ബത്തുൽ ഹാജ പറഞ്ഞു കൊടുത്തു എന്നാണ്. ഖാല, അദ്ദേഹം പറയാണ്, ളിമാദ് പറയാണ്, ലഖദ് സമിഅതു ഖൗലൽ കഹന വഖൗലസ് സഹറ വഖൗലശ് ശുഅറാ, ഞാൻ ജ്യോത്സ്യന്മാരുടെയും മാരണക്കാരുടെയും കവികളുടെയും സംസാരം കേട്ടിട്ടുണ്ട്. ഇതാണ് അന്നത്തെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആരോപിക്കുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കവിയാണ്, അദ്ദേഹം ജ്യോത്സ്യനാണ്, അദ്ദേഹം മാരണക്കാരനാണ്, ഇതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയാണ്, ജ്യോത്സ്യന്മാരുടെയും മാരണക്കാരുടെയും കവികളുടെയും സംസാരമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഫമാ സമിഅതു മിസ്ല കലിമാതിക ഹൗല, എന്നാൽ താങ്കൾ ഇപ്പൊ പറഞ്ഞ വാചകങ്ങളുണ്ടല്ലോ, അങ്ങനെ ഒരു സംസാരം ഞാൻ ഇതുവരെ എവിടെ നിന്നും കേട്ടിട്ടില്ല. അത് കടലിന്റെ ആഴത്തിലെത്തിയിരിക്കുന്നു ആ വാചകങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിലേക്ക് അത് ചെന്നിറങ്ങിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഹാതി യദക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം ചോദിക്കുന്നു, താങ്കളുടെ കൈകൾ കാണിക്കൂ. ഉബായിഅക അലൽ ഇസ്ലാം, ഞാൻ ഇസ്ലാം സ്വീകരിക്കാൻ ഇതാ ബൈഅത്ത് ചെയ്യാം, മുസ്ലിം ആകാൻ ഞാൻ താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാം. ഫബായഅഹു, എന്നിട്ട് ളിമാദ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്യുകയാണ്, മുസ്ലിം ആവുകയാണ്, ഇസ്ലാം സ്വീകരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വഅലാ ഖൗമിക്, താങ്കൾ മാത്രമാണോ, താങ്കളുടെ ജനത, താങ്കളുടെ നാട്ടുകാർക്ക് വേണ്ടിയും താങ്കൾ ബൈഅത്ത് ചെയ്യുമോ? അദ്ദേഹം ആ ഗോത്രത്തിൽ നിന്നാണ് വരുന്നത്, അസ്ദ് ഷനു എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞു, വഅലാ ഖൗമി, എൻ്റെ ജനതയ്ക്ക് വേണ്ടിയും ഞാനിതാ ബൈഅത്ത് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം മുസ്ലിം ആയതോടുകൂടി അദ്ദേഹത്തിന്റെ നാട്ടുകാരും എല്ലാവരും ആ ഒരു ബൈഅത്തോടുകൂടി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്നാണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെ അത്രത്തോളം ഖുറൈശികൾ ആഗ്രഹിച്ചിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം ആരും കേൾക്കരുത് എന്ന്. വളരെ ശക്തമായ നിലക്ക് പീഡനങ്ങളും മർദ്ദനങ്ങളും പല നിലക്കുള്ള പ്രയാസങ്ങളും മർദ്ദനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനുമെതിരെ അവർ അയച്ചു വിട്ടിട്ടുണ്ട്. അതിന്റെ കഥകൾ നമ്മളെ വേദനിപ്പിക്കുന്ന, മനസ്സ് വേദനിപ്പിക്കുന്ന പല പല സംഭവങ്ങളും ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എല്ലാം ഇവിടെ പറയുന്നില്ല, എന്നാലും 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. നബിയും സഹാബത്തും നേരിടേണ്ടി വന്ന, ആദ്യകാലത്ത് പരസ്യ പ്രബോധനം തുടങ്ങിയ സമയത്ത് നേരിടേണ്ടി വന്ന പ്രയാസങ്ങളിൽ ചിലത് മാത്രം നിങ്ങളിലേക്ക് കേൾപ്പിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, കാന അവ്വല മൻ അദ്ഹറ ഇസ്ലാമഹു 7, ആദ്യം ഇസ്ലാം സ്വീകരിച്ച് അത് പ്രകടമാക്കിയത് 7 പേരാണ്.
റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബൂബക്കർ വ അമ്മാർ വ ഉമ്മുഹു. അമ്മാറിന്റെ ഉമ്മ. അമ്മാർ ആരാണ്? അമ്മാർ ഇബ്നു യാസിർ. വ ഉമ്മുഹു സുമയ്യ. അമ്മാറിന്റെ ഉമ്മാരാണ് സുമയ്യ. വ സുഹൈബ്. സുഹൈബ് ഇബ്നു സിനാൻ അർ-റൂമി. വ ബിലാൽ വൽ മിഖ്ദാദ്. ഇവരാണ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച, ആദ്യം ഇസ്ലാം പ്രകടമാക്കിയ 7 പേർ. ഫഅമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമനഅഹു അല്ലാഹു ബിഅമ്മിഹി അബി ത്വാലിബ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യം അവിടുത്തെ ഖുറൈശികളുടെ പ്രയാസങ്ങളിൽ നിന്നും മർദ്ദനങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷിച്ചു. ആര് മുഖേന? പിതൃവ്യനായ ഉപ്പയുടെ സഹോദരനായ അബൂ താലിബിന്റെ സംരക്ഷണത്തിലായിരുന്നു അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. ആ അബൂ താലിബ് മുസ്ലിം ആയിട്ടില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിന് വേണ്ടി അവിടുത്തെ ദഅവത്തിന്റെ വിഷയത്തിലും ശത്രുക്കളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന മർദ്ദനങ്ങളിൽ നിന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നിലക്ക് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസങ്ങൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്. വ അമ്മ അബൂബക്കറിൻ ഫമനഅഹു അല്ലാഹു ബിഖൗമിഹി. എന്നാൽ അബൂബക്കറിന്റെ കാര്യവും റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ നാട്ടുകാരിലൂടെ, അദ്ദേഹത്തിന്റെ ജനതയിലൂടെ അദ്ദേഹത്തിന് എതിരെ വരുന്ന പ്രയാസങ്ങളും അള്ളാഹു തടഞ്ഞു വെച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹവും ഖുറൈശികളുടെ കൂട്ടത്തിൽ പ്രമുഖനായ വ്യക്തിയായിരുന്നു. എന്നാൽ ബാക്കിയുള്ള ആളുകൾ ഫഅഖദഹുമുൽ മുശ്രികൂൻ, അവരെ മക്കയിലെ മുശ്രിക്കുകൾ പിടികൂടി. വഅൽബസൂഹും അദ്റാഅൽ ഹദീദ്, ഇരുമ്പിന്റെ വസ്ത്രങ്ങൾ അവരെ ധരിപ്പിച്ചു. വസഹറൂഹും ഫിശ്ശംസ്, എന്നിട്ട് അവരെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത്, ആ മരുഭൂമിയിൽ അവരെ കിടത്തി. ഫമാ മിൻഹും മിൻ അഹദിൻ ഇല്ലാ വഖദ് വാതാഹും അലാ മാ അറാദു ഇല്ലാ ബിലാലൻ. എന്നാൽ അവരിൽ പല ആളുകളും എന്താണോ ഖുറൈശികൾ ആഗ്രഹിക്കുന്നത്, അഥവാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാനും അവിടുത്തെ പരിഹസിക്കാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത്, ആ പീഡനങ്ങൾ സഹിക്കവയ്യാതെ കുറച്ചാളുകൾ അങ്ങനെ അവർ ആഗ്രഹിക്കുന്ന വാക്കുകൾ പറഞ്ഞുപോയി. അങ്ങനെ പറയാൻ അനുവാദം ഇസ്ലാമിലുണ്ടത് മറ്റൊരു വിഷയം. പ്രയാസം മുന്നിൽ കാണുന്ന മരണവും അങ്ങനെ അതുപോലെ നിർബന്ധിപ്പിക്കപ്പെടുന്ന അവസ്ഥ വന്നാൽ കുഫറിന്റെ വാക്കുകൾ മനസ്സിൽ പൂർണ്ണ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പുറമെ കുഫറിന്റെ വാക്ക് മാത്രം പറഞ്ഞ് അവിടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ നിലക്ക് പറയുക എന്നത് ഇസ്ലാം ഇളവ് നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് അത്തരം സന്ദർഭങ്ങളിൽ. അത് മറ്റൊരു വിഷയമാണ്. ഇവിടെ ഹദീസിലുള്ളത്, അവർ ആഗ്രഹിക്കുന്ന കാര്യത്തിന് ചില ആളുകൾ വഴങ്ങിപ്പോയി. ഇല്ല ബിലാലൻ, ആരൊഴികെ? ബിലാൽ റളിയല്ലാഹു അൻഹു ഒഴികെ. ഫഇന്നഹു ഹാനത് അലൈഹി നഫ്സുഹു ഫില്ലാഹി വഹാന അലാ ഖൗമിഹി. ബിലാലിന് ആ നാട്ടുകാർ യാതൊരു വിലയും നൽകിയിട്ടില്ല, യാതൊരു വിലയും ആ ജനങ്ങൾ ബിലാല് നൽകിയിട്ടില്ല. അത്രയും അധികം പീഡനങ്ങൾ, മർദ്ദനങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് നേരെ അവർ അയച്ചു വിട്ടിട്ടുണ്ട്. എന്നാൽ ബിലാലാകട്ടെ സ്വന്തം നഫ്സിന് ഒരു വിലയും നൽകിയിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് സഹിക്കാൻ തയ്യാറാണ് എന്ന നിലക്ക്, എന്ത് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നാലും യാതൊരു കുഴപ്പവുമില്ല എന്ന നിലക്ക് സ്വന്തം നഫ്സിന് ഒരു വിലയും നൽകാത്ത രീതിയിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു അവിടെ നിലയുറപ്പിച്ചത്. അത്രയും ഈമാൻ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന, ഖൽബിൽ ഇറങ്ങിച്ചെന്ന വ്യക്തിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഫഅഖദൂഹു, എത്രത്തോളം ബിലാലിനെ അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. ഫഅഖദു, അവർ അദ്ദേഹത്തെ പിടിച്ചു. ഫഅതാഹുൽ വിൽദാൻ, ചെറിയ ചെക്കന്മാർക്ക് വിട്ടുകൊടുത്തു. പോക്കിരികളായ മക്കൾക്ക്, കുട്ടികൾക്ക് വിട്ടുകൊടുത്തു. ഫജഅലു യതൂഫൂന ബിഹി ഫീ ശിആബി മക്ക, മക്കയിലെ തെരുവുകളിലൂടെ ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും ചുമന്ന് ആ കുട്ടികൾ ചുമന്ന് നടക്കാൻ തുടങ്ങിയെന്നാണ്. വഹുവ യഖൂലു, ഈ സന്ദർഭത്തിലെല്ലാം, ഈ പീഡനങ്ങളെല്ലാം അനുഭവിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് എന്ത് വാക്കാണ്? അഹദ് അഹദ്, അല്ലാഹു ഏകനാണ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം, അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ വായിന്ന് ആ സമയത്ത് വന്നിട്ടുള്ളത് എന്നാണ്. ഇത് ഒരു സംഭവമാണ്. ഇതേപോലെ ആൽ യാസിർ, യാസിറിന്റെ കുടുംബം, അമ്മാർ അദ്ദേഹത്തിന്റെ മകൻ, അവരുടെ ഉമ്മ സുമയ്യ, ഇവരൊക്കെ അനുഭവിച്ച പീഡനങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ സഹിക്കുന്ന പീഡനങ്ങൾ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞ വാചകം എന്താണ്? സബ്റൻ യാ ആല യാസിർ, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കുക. ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സമയം, സ്ഥലം എന്നുള്ളത് സ്വർഗമാണ്, ക്ഷമിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്. അത്രയും പ്രയാസം അവർ അനുഭവിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ
ആ പ്രയാസങ്ങൾക്കിടയിൽ സഹിക്കവയ്യാതെ അമ്മാർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാൻ നിർബന്ധിക്കപ്പെട്ടപ്പോൾ പറഞ്ഞുപോയി, വായിന്ന് അങ്ങനെ വന്നുപോയി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. വിഷമത്തോടുകൂടി, മനപ്രയാസത്തോടുകൂടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലെ, മനസ്സിൽ ഒരു ഉദ്ദേശവുമില്ലാതെ ആ നിർബന്ധിക്കപ്പെട്ട സാഹചര്യത്തിൽ താങ്കളെ പരിഹസിക്കുന്ന ഒരു വാക്ക് എന്റെ വായിന്ന് വന്നുപോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇൻ ആദു ഫഉദ്, ഇൻ ആദു, അവർ ഇനിയും അങ്ങനെ നിർബന്ധിപ്പിച്ചാൽ ഫഉദ്, ഇനിയും നീ അങ്ങനെ തന്നെ ചെയ്തോ, അതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം നിന്റെ കൽബിൽ എന്തുണ്ട്? ഈമാനുണ്ട്. നിന്റെ ഹൃദയത്തിൽ ഈമാൻ ഉറച്ച അവസ്ഥയിലാണ്. ജീവൻ രക്ഷപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ നീ അത് പറഞ്ഞതാണ്, അതിൽ തെറ്റില്ല. അല്ലാഹു ആയത്തിൽ പറഞ്ഞതുപോലെ ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, നിർബന്ധിക്കപ്പെട്ടവനൊഴികെ അവർക്ക് കുഫറിന്റെ വാക്ക് പറയാം. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ, ഹൃദയത്തിൽ ഈമാൻ നിറഞ്ഞ സമാധാനമുള്ള ഒരവസ്ഥയിലായിരിക്കണം. അവിടെ പുറമേക്ക് വായ കൊണ്ട് പറയുന്നതിൽ തെറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഇനിയും അവർ അങ്ങനെ ചെയ്താൽ നീ ഇനിയും അങ്ങനെ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് നോക്കൂ. ഖബ്ബാബ് ഇബ്നുൽ അറത്ത്, ആദ്യം ഇസ്ലാം സ്വീകരിച്ചവരിൽ ഒരാളാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, ശകൗനാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുതവസ്സിദുൻ ബുർദതൻ ലഹു ഫീ ളിൽ കഅബ. പീഡനങ്ങൾ സഹിക്കവയ്യാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് നമ്മൾ ചെന്ന് പരാതി പറഞ്ഞു. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ തണലിൽ ഒരു തലയാണ വെച്ച് വിശ്രമിക്കുകയാണ്. ഞങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ, ദുആ ചെയ്യുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സമാധാനിപ്പിച്ചുകൊണ്ട് അവർക്ക് കൊടുത്ത മറുപടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന റജുലു ഫീമൻ ഖബ്ലകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകാലത്ത് സംഭവിച്ച സാലിഹീങ്ങൾക്കും നബിമാർക്കും സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനിപ്പിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ഈ അനുഭവിക്കുന്നതൊക്കെ ചെറുതാണ്. ഇതിനു മുമ്പ് മുസ്ലിമീങ്ങൾ, മുൻഗാമികൾ, സാലിഹീങ്ങളും നബിമാരും അവരിൽ വിശ്വസിച്ച ജനതയും അവർക്കുണ്ടായ പീഡനങ്ങൾ പറഞ്ഞ് ഇതിനെ ലഘൂകരിക്കുന്ന ഒരു സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ്. കാന റജുലു ഫീമൻ ഖബ്ലകും, നിങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വിശ്വാസിയായ ഒരു മനുഷ്യൻ, യുഹ്ഫറു ലഹു ഫിൽ അർദ്, ഒരു കുഴിയിൽ അയാളെ ഇറക്കി വെക്കും. ഫയുജ്അലു ഫീഹി, ഒരു കുഴി ഉണ്ടാക്കി ആ വ്യക്തിയെ അതിൽ ഇറക്കി വെക്കും. ഫയുജാഉ ബിൽ മിൻശാർ ഫയൂദഉ ലഹു അലാ റഅസിഹി ഫയുൻഷഖു ബിസ്നതൈൻ, എന്നിട്ട് ഒരു ഈർച്ചവാൾ കൊണ്ടുവന്ന് തലയിൽ വെച്ച് തല രണ്ടായി പിളർത്തും. ഇങ്ങനെ മുൻഗാമികളെ പീഡിപ്പിച്ചിട്ടുണ്ട് അവരുടെ ജനത. മുൻഗാമികൾ ഈ രീതിയിൽ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വമാ യസുദ്ദുഹു ദാലിക അൻ ദീനി, ഇങ്ങനെ പ്രയാസം അനുഭവിച്ചിട്ടും അവരെ ദീനിൽ നിന്ന് ആ പ്രയാസം അകറ്റിയിട്ടില്ല. അവർ ദീന് വിട്ടുപോയില്ല. വയുംശതു ബിഅംശാത്തിൽ ഹദീദി മാ ദൂന ലഹ്മിഹി മിൻ അദ്മിൻ ഔ അസബിൻ, ഇരുമ്പിന്റെ കൊളുത്തുകൾ കൊണ്ടുവന്ന് ശരീരത്തിൽ കൊളുത്തി വലിച്ച് രക്തവും മാംസവും എല്ലാം വലിച്ച് കീറുന്ന ഒരു പീഡനങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട്. വമാ യസുദ്ദുഹു ദാലിക അൻ ദീനി, അത് അവരെ ദീനിൽ നിന്ന് പിറകോട്ട് നയിച്ചിട്ടില്ല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലയുതിമ്മന്ന ഹാദൽ അംർ, വല്ലാഹി ലയുതിമ്മന്ന ഹാദൽ അംർ, അല്ലാഹു ഈ കാര്യം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും, ഈ ദീൻ അല്ലാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. വലാകിന്നകും തസ്തഅജിലൂൻ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാണ്? തിരക്കൂട്ടാണ്. പരാതി പറഞ്ഞ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്? നിങ്ങൾ തിരക്കൂട്ടാണ്, സമയമായിട്ടില്ല. അല്ലാഹു അതിന്റെ ഉദ്ദേശിച്ച സമയത്ത്, അവൻ ഉദ്ദേശിച്ച രീതിയിൽ, അവൻ ഉദ്ദേശിച്ച അളവിൽ നിങ്ങൾക്കുള്ള സഹായം അവന്റെ പക്കൽ നിന്ന് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സമാധാനിപ്പിക്കുകയാണ്. ഇവിടെയാണ് ഈ പീഡനങ്ങൾ ശക്തമായ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഹിജ്റ ചെയ്യാൻ അനുവാദം കൊടുക്കുന്നത്. എവിടേക്ക്? ഹബ്ശയിലേക്ക്. ആ ഹിജ്റയുമായി ബന്ധപ്പെട്ട അബ്സീനിയയിലേക്കുള്ള, ഹബ്ശയിലേക്കുള്ള ഹിജ്റയുമായി ബന്ധപ്പെട്ട വരികളാണ് ശേഷം ഇനി ഈ കവിതയിൽ നമുക്ക് വായിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത മജ്ലിസിൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക.